അങ്ങനെ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുട്ടികളെല്ലാവരും സ്കൂളിൽ പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ വെക്കേഷനൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലീൻ്റെ ഒക്കെ കൂടെ ഒരുപാട് സന്തോഷമുള്ള മൊമെൻറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഈ വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് സങ്കടമുള്ള കാര്യമാണ് അല്ലേ? കാരണം എന്താ, ഏറ്റവും മെയിൻ ആയിട്ടുള്ള സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ പേപ്പർ കിട്ടും എന്നുള്ളതാണ് അല്ലേ? ടീച്ചേഴ്സ് ഇങ്ങനെ ആൻസർ പേപ്പർ ഇങ്ങനെ നോക്കി നല്ല റെഡ് മാർക്കൊക്കെ കിട്ടുന്ന സംഭവമായിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പം നമുക്ക് തരുന്ന സമയത്തും പേരൊക്കെ വിളിച്ച് വരുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും. പ്രത്യേകിച്ച് ഇന്ന് പലർക്കും ആൻസർ പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ കിട്ടിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു, ഏത് സബ്ജക്റ്റിൻ്റെ പേപ്പറാണ് നിങ്ങൾക്ക് കിട്ടിയത്, അതിൽ എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്ക് വിചാരിച്ച പോലെ തന്നെ മാർക്ക് കിട്ടിയോ അല്ലെങ്കിൽ ഭയങ്കര ഡൗൺ ആയി പോയോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ നമ്മുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ ആൻസർ പേപ്പർ കിട്ടിയിട്ടുള്ളവരിൽ കുറച്ച് പേരൊക്കെ ഹാപ്പി ആയിട്ടുണ്ടായിരിക്കും, കാരണം അവർക്ക് വിചാരിച്ച മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരിക്കും, ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരിക്കും. പക്ഷേ മെജോറിറ്റി സ്റ്റുഡൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത്ര ഹാപ്പി ആയിട്ടുണ്ടായിരിക്കില്ല. കാരണം എത്രയേ ഉള്ളൂ, അവർ വിചാരിച്ച മാർക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ആ ഒരു വിചാരിച്ച മാർക്ക് കിട്ടാതെ പോയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മിസ് ചെയ്യുന്നത്. അപ്പോൾ മക്കളെ, നിങ്ങൾ ആരും ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. മിസ്സിനറിയാം നിങ്ങളെല്ലാവരും ഭയങ്കര ടെൻഷനിലായിരിക്കും, ഭയങ്കര ഡൗൺ ആയി പോയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ആൻസർ പേപ്പറൊക്കെ കിട്ടിയ സമയത്ത് ആ ഒരു പ്രതീക്ഷിച്ച മാർക്ക് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ആ ഒരു അവസ്ഥ മിസ്സിന് ഊഹിക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി ഭയങ്കര ഡാർക്ക് അടിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. പക്ഷേ അത് നിങ്ങളെ മാത്രം തെറ്റ്, നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവില്ല എന്നൊന്നും നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മുടെ ആ ഒരു സ്റ്റഡി സ്ട്രാറ്റജിയിൽ അല്ലെങ്കിൽ നമ്മളെ പഠിച്ചുകൊണ്ടിരുന്ന രീതിയിൽ എന്തോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് നമുക്ക് പറ്റിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റാവുന്നേ ഉള്ളൂ. ഈ ഒരു ഓണപരീക്ഷയ്ക്ക് നമുക്ക് മാർക്ക് കുറഞ്ഞു പോയതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും പഠിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ആലോചിച്ച് കൂട്ടേണ്ട ഒരു ആവശ്യമില്ല. നമുക്കിതൊക്കെ ശരിയാക്കി എടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ടൊന്ന് ആഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, ഓണം എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രം, ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമാണ് ഈ ഒരു ഓണപരീക്ഷ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഇനി ഇങ്ങനെ പഠിച്ചാൽ ശരിയാവില്ല, എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇനി ഞാൻ ട്രൈ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ക്രിസ്മസ് എക്സാമിനാണ് ഈ ഒരു ബോധം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യമില്ല. കാരണം അപ്പോഴേക്കും നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിച്ച് തീർന്നിട്ടുണ്ടായിരിക്കും, എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നമുക്ക് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, കാരണം കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ആയാലും അടുത്ത നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ആരും കഴിവില്ലാത്ത കുട്ടികളൊന്നും അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ കൊണ്ട് സാധിക്കും. ആർക്കായാലും നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഒരു വാശി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്തായാലും സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തുടങ്ങാൻ പോവാണ് അല്ലേ? അപ്പം നമ്മളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ ലൈഫ് മാത്രമല്ല നമ്മുടെ സ്റ്റഡി പാറ്റേണും നമ്മുടെ സ്റ്റഡി സ്ട്രാറ്റജിയും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഒന്നൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. റെഡി ആണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോസ് ചെയ്യുക, വേഗം തന്നെ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് റെഡി മിസ്, ഞങ്ങൾ മിസ്സിൻ്റെ കൂടെ സെറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയാണ്. അപ്പോൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് എങ്ങനെയാണ്, എത്ര നല്ല രീതിക്കാണെങ്കിൽ ഏത് രീതിക്ക് പഠിച്ചാലാണ് നല്ല ഫുൾ മാർക്ക് കിട്ടുക എന്നുള്ള രീതിക്ക് നമ്മൾ അതിനെ എഫക്റ്റീവ് ആയിട്ടുള്ള തരത്തിലുള്ള ഒരു ടൈം ടേബിളൊക്കെ ഇവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുൾ മാർക്ക് കിട്ടുന്ന തരത്തിലുള്ള ഒരു ടൈം ടേബിളാണ് നമ്മളിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് കുറച്ച് ദിവസം മുന്നോ അല്ലെങ്കിൽ പരീക്ഷയുടെ തലേ ദിവസമോ ഇരുന്ന് ഫുൾ പഠിക്കുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അത് നമ്മളെ കൊണ്ട് എന്തായാലും നടക്കില്ല. പിന്നെ ആ സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ മറന്നും പോവും. പരീക്ഷയുടെ തലേ ദിവസം മിസ് ഞാൻ കുറേ നേരം ഇരുന്ന് പഠിച്ചല്ലോ എന്നൊന്നും ആലോചിച്ചിട്ട് നമുക്ക് ഒരു കാര്യമില്ല, അതിലൊന്നും നമുക്ക് ഫുൾ മാർക്ക് കിട്ടില്ല. കാരണം നല്ല ലെവലിലുള്ള സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വേണം, ഓരോ ദിവസവും കുറച്ച് വീതം പഠിക്കുക. അത് ഒരുപാടൊന്നും നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കില്ല, വളരെ കുറച്ച് വീതം ഓരോ ദിവസം നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന തരത്തിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. അപ്പോൾ അതിന് നിങ്ങൾ റെഡിയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മുന്നേ അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഓണപരീക്ഷയിലെ പല ചാപ്റ്റേഴ്സും അല്ലെങ്കിൽ ഓണപരീക്ഷയ്ക്ക് പഠിച്ച കാര്യങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ തന്നെ പലതും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഓർത്തെടുക്കണ്ടേ മക്കളെ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുന്നേ പോയിട്ടുള്ള ക്ലാസ്സുകളുടെയൊക്കെ എല്ലാത്തിൻ്റെയും റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ മുന്നുള്ള ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുത്ത് കാണാനായിട്ട് സാധിക്കും. ഇനി വരുന്ന ക്ലാസ്സുകളുടെയൊക്കെ ലൈവായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ടീച്ചേഴ്സിനോടൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടല്ലേ നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് നോട്ട്സ് വളരെയധികം
ആവശ്യമാണ് അല്ലേ. അപ്പോൾ മുന്നേ പോയിട്ടുള്ള ക്ലാസ്സുകളുടെ ആയാലും അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ചാപ്റ്റേഴ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും നോട്ട്സ് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നിങ്ങൾക്ക് എക്സാം നടത്തണം. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനായിട്ട് എക്സാംസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഓൾറെഡി മുന്നേ പോയ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ എല്ലാതും നമ്മുടെ ആപ്പിൽ ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കേണ്ട ആവശ്യമുള്ള എല്ലാതും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വിത്ത് ആൻസർ കീ അടക്കം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നമ്മൾ ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഓണം എക്സാം, ക്രിസ്മസ് എക്സാം ഇതിനൊക്കെ മുന്നോടിയായിട്ട് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ മോഡൽ ആയിട്ടുള്ളൊരു ടെസ്റ്റും കൂടെ നിങ്ങൾക്ക് നടത്തുന്നതായിരിക്കും. പിന്നെ അതൊന്നും കൂടാതെ വർക്ക് ഷീറ്റ്, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം, എന്നാലാണ് നമുക്ക് ആൻസേഴ്സ് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് വർക്ക് ഷീറ്റുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉള്ള ക്ലാസ്സുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നതായിരിക്കും. അപ്പോൾ ആരും മിസ്സാക്കാതെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സെക്കൻഡ് ചാൻസും കൂടെയാണ് മിസ് ഇവിടെ തരുന്നത്. ഈ ഒരു ഓപ്ഷൻ മിസ് വെക്കുന്നതെന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാം, അടിപൊളിയായിട്ട് റീസ്റ്റാർട്ട് ചെയ്ത് അല്ലെ. ഇനിയുള്ള നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമുക്ക് ഇതേപോലെ ആയാൽ ശരിയാവില്ല, നല്ല മാർക്കോടെ കൂടെ തന്നെ പാസ്സാവണം. അപ്പം അതിനുള്ള ഓപ്ഷൻസ് ആണ് മിസ് ഇവിടെ തരുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ ഭാഗമായിട്ട് മാറാം, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. ഈ ഒരു വീക്കോട് തുടങ്ങിയിട്ട്, അതായത് ഈ ഒരു വീക്കിൽ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം മുതലേ കറക്റ്റായിട്ട് പഠിച്ചു പോകണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രം അവർ മാത്രമേ മിസ് ഉദ്ദേശിക്കുന്നുള്ളൂ. വെറുതെ സമയം കളയാനായിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ അച്ഛൻ്റെ അമ്മേനും പൈസ നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രം എന്ത് ചെയ്യുക, നമ്മുടെ ഫാമിലിയുടെ ഭാഗമായിട്ട് ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റായിട്ട്. ആ ഒരു വാശിയാണ് വേണ്ടത് അല്ലേ. ഇനിയുള്ള ക്രിസ്മസ് എക്സാമിനെങ്കിലും ഞാൻ നന്നായിട്ട് പഠിക്കും മിസ്, എനിക്കൊരു ആഗ്രഹമുണ്ട് എന്നുള്ളത് മാത്രമേ മിസ് ആഗ്രഹിക്കുന്നുള്ളൂ. അതുള്ളവർ എന്ത് ചെയ്യുക, മറക്കാതെ കമൻറ്റ് ബോക്സിൽ റെഡി മിസ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫുൾ എനർജി ആയിട്ട്, ഫുൾ പവർ ആയിട്ട് നമുക്ക് ഒരുമിച്ച് തുടങ്ങാം.